ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കോർപ്പറേറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആമസോൺ ബാംഗ്ലൂർ ആണ് കേട്ടോ. ഈ ഒരു ബാഗ്മിനി ടെക് പാർക്കിൽ തന്നെ ആമസോൺ ഒരു 4-5 ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് തോറസ് 3-ലാണ്. അപ്പോൾ തോറസ് 3 ബിൽഡിങ്ങിൻ്റെ ഓഫീസ് ടൂർ ആയിരിക്കും നമ്മളിന്ന് കവർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഓഫീസ് എക്സ്പീരിയൻസസ്, എൻ്റെ പോസ്റ്റ്, എങ്ങനെയാണ് എനിക്ക് ആമസോണിൽ ജോബ് കിട്ടിയത്, ഓഫീസിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 years ആയി കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ജോബാണ്. ഞാൻ പഠിച്ചിരിക്കുന്ന MBA ആണ്. MBA ഞാൻ ഫൈനാൻസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓഡിറ്ററായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രോ അബൌട്ട് മൈ ജോബ്. അപ്പോൾ നമുക്കിനി ഓഫീസ് ടൂറിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓഫീസ് ഫെസിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലോറിലോട്ട് എത്തി. നമ്മൾ ഒരു ഫ്ലോറിൽ എത്തുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോർത്ത് സോൺ, സൗത്ത് സോൺ എന്ന് പറഞ്ഞിട്ട് 2 സോണാണ്. ദാറ്റ് മീൻസ് ഒരു ഫ്ലോറിൽ തന്നെ 2 ഫ്ലോറും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ബിൽഡിങ്ങിൽ തന്നെ ഓൾമോസ്റ്റ് 12 ഫ്ലോർസ് ഉണ്ടാവും. ഓരോ ഫ്ലോറിലും ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ 2 സെപ്പറേറ്റ് സെറ്റായിരിക്കും, നോർത്ത് സൗത്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് സോണിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടാകുമ്പം അവിടെ ഒരു എൻറ്റയർലി ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫ്ലോർ ആയിരിക്കും. സൗത്ത് സോണിൽ പോയിട്ട് ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫ്ലോർ ആയിരിക്കും. അപ്പം ശരിക്കും ഒന്ന് തന്നെ 2 എണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇവരുടെ ഇൻറ്റീരിയേഴ്സ് ഇത് ഓരോ ഫ്ലോറിലും ഓരോ ബിൽഡിങ്ങിലും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സെയിം ടൈപ്പ് ആയിരിക്കില്ല. അത് പിന്നെ ഏതൊരു MNC ഫേം പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടേബിൾ നമ്മളിപ്പോൾ ഇതുപോലെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് വരെ എത്തും. നമുക്ക് നിന്നിട്ട് വേണേൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഇനിയിപ്പോൾ ഇരുന്നിട്ട് വർക്ക് ചെയ്യേണ്ട സെറ്റപ്പ് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഫെസിലിറ്റീസും ഓരോ റൂംസും കാണിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫോൺ ബൂത്ത്. നിങ്ങൾക്ക് അഥവാ നമുക്കിപ്പം ഓഫീസിൽ എന്തെങ്കിലും കോൾസും അങ്ങനത്തെ എന്തെങ്കിലും എമർജൻറ്റ് കോൾസ് അങ്ങനത്തെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ ബൂത്ത് പോയിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ കോൾ എടുക്കാനും സംസാരിക്കുകയും ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാൻ വേണ്ടി പറ്റില്ല. ഓഫ് കോഴ്സ് ഇത് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, മറ്റ് എംപ്ലോയീസിന് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആമസോണിൽ നിങ്ങൾ റിസപ്ഷനിൽ ഫോൺ വെച്ചിട്ട് കയറണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വാട്സപ്പാണ്, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ നിങ്ങൾക്ക് വർക്കിൻ്റെ ഇടയിൽ നോക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കോൾ വരുന്ന ടൈമിൽ മറ്റു കൊളീഗ്സിന് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോൺ ബൂത്ത്. ഞാൻ അധികം ആൾക്കാർ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഫോൺ ബൂത്ത്. ഇത് ഓരോ ഫ്ലോറിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പാൻട്രി ഏരിയ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാ MNCയിലുള്ള അതേ ഫെസിലിറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് തന്നെ നമ്മുടെ ടീ, കോഫി, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനത്തെ എല്ലാ സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വാട്ടർ സ്റ്റേഷൻസ്, ഹോട്ട്, കോൾഡ്, നോർമൽ വാട്ടർ, ഈ സെറ്റപ്സ് ഇതെനിക്ക് തോന്നുന്നു ഒരു ബിൽഡിങ്ങിൽ തന്നെ എനിക്ക് തോന്നുന്നു 1, 2, 3 വരെ ചിലപ്പോൾ പോകും ഈ ഒരു പാൻട്രി ഏരിയാസ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ കാണും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഓഫീസ് ടൂർ ഇതിൻ്റെ ഇടയിൽ കാണിക്കാം. നമുക്ക് ഓഫീസിൽ ഡെസ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെസ്ക് ടോപ്പ് ഉണ്ടാവും. കൂടാതെ നമുക്കൊരു പേഴ്സണൽ ലാപ്ടോപ്പും പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്കൊരു വേസ്റ്റ് ബിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പം കോഫി, ടീ, ബൂസ്റ്റ്, വാട്ടെവർ നമ്മളത് കുടിച്ചതിന് ശേഷം ആ കപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അത് ആൾക്കാരൊക്കെ എംപ്ലോയിഡ് ആണ്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ റൂംസ് ഉണ്ടാകും. കോൺഫറൻസ് റൂം, മീറ്റിംഗ് റൂം, ട്രെയിനിങ് റൂം, ഫൺ ഫ്രൈഡേ അതിനൊരു റൂം, അങ്ങനെ ഒത്തിരി ഇതുപോലത്തെ ചെറിയ ചിലത് കുറച്ച് വലുതായിരിക്കും, ചിലത് മിനി സംഭവമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പ്. അതായത് 2 ആൾക്കാർ മാത്രം ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റുന്ന 1-on-1 മീറ്റിംഗ്സ് സെറ്റപ്പ് ചെയ്യാൻ മാനേജേഴ്സും ആയിട്ട് 1-on-1 മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഓരോ റൂംസ്. ഇങ്ങനെ ഒരുപാട് റൂംസ് ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിട്ടാകുമ്പോൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മീറ്റിംഗ്സ് ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ റൂംസിലായിരിക്കും അധികം ഉണ്ടാവുക. ബിക്കോസ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടോ. ഇപ്പം ഞാൻ ടീ, കോഫി കുടിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ ബൂസ്റ്റാണ് ഞാൻ എപ്പോഴും ബൂസ്റ്റ് തന്നെയാണ്. പാൻട്രി മാത്രമല്ല, ഇവിടെ അങ്ങനെ തന്നെ ഒരു വെൻഡിങ് മെഷീനുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ലേസ്, ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും, അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനത്തെയൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻസ് അതൊക്കെ ഇവിടെ ഈ പറഞ്ഞ വെൻഡിങ് മെഷീനിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് എങ്ങനെയാണ് ആമസോണിൽ ജോബ് കിട്ടിയതും കൂടി ഞാൻ പറയാം. ഞാൻ ആമസോൺ കരിയേഴ്സ് ത്രൂ ആണ് എനിക്ക് ജോബ് ആമസോണിൽ കിട്ടിയത്.
ആദ്യം ഞാനൊരു അസോസിയേറ്റ് ആയിട്ടായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തത്, പിന്നീട് പ്രൊമോട്ടായിട്ട് ഇപ്പം ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 5 ഇയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേറെ ജോബ്സൊന്നും ഇതുവരെയായിട്ട് നോക്കാത്തത്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ലൈഫ് ബാലൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് നന്നായി നോക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത ഒരു 100% വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ടീം. എനിക്ക് ബാക്കി ടീമിൻ്റെ കാര്യങ്ങൾ അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഫെസിലിറ്റി, ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ലോക്കർ ഫെസിലിറ്റി. അതായത് ഇവിടെ എല്ലാത്തിനും റെഡ് ബട്ടൺസ്, നിങ്ങളിങ്ങനെ റെഡ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊക്കെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ് എന്നാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഓരോരോ ലോക്കർ ഫെസിലിറ്റീസ്, ലോക്കേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ സാധനങ്ങളാണെങ്കിലോ ഓഫീസ് റിലേറ്റഡ് സാധനങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ ഈ ഓൾമോസ്റ്റ് അത് ഒക്യുപ്പൈഡ് ആണ്. അതുകൊണ്ടാണ് അവരുടെ റെഡ് കണ്ടത് കേട്ടോ. പിന്നെ ഈ ഓഫീസിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ നടന്ന് കാണാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു സ്റ്റേഷനറി സെറ്റപ്പ്, ഇങ്ങനെ പ്രിൻറ്റേഴ്സ്, അതുപോലെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ചാർജേഴ്സ്, അതൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു പ്ലേസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, സ്കെച്ച്, ഇങ്ങനത്തെ കുറേ സംഭവം ഈ കാണുന്ന ലിസ്റ്റൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര വേണ്ടിക്കും എടുക്കാം കേട്ടോ. ഇതൊക്കെ അൺലിമിറ്റഡ്, നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, ഒന്നൊരു പ്രശ്നമല്ല. പിന്നെ ഓരോ റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രെയർ റൂമുണ്ട്. അതുപോലെ തന്നെ മദേഴ്സ് ആണെങ്കിൽ ഫീഡിങ് റൂം, അതുപോലെ തന്നെ മെഡിക്കൽ റൂം, ഒരു ഫുൾ ടൈം ഡോക്ടർ, നഴ്സ്, ഈ ഫെസിലിറ്റീസൊക്കെ ആമസോൺ ഓഫീസിൽ അകത്ത് തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന പ്രെയർ റൂമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മദേഴ്സ് റൂം, ഇത് നമുക്ക് ആക്സസ് ഇല്ല. ബിക്കോസ് ഞാനൊരു മദർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആക്സസ് ഇല്ല. പിന്നെ അതിന് ആ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെഡിക്കൽ റൂം, നേഴ്സ് റൂം, നമുക്ക് എന്തെങ്കിലും തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേഴ്സ് റൂമിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നേഴ്സ് റൂമിൽ പോയിട്ട് ഹെഡ് ഏക്കിന് ഒരു ചെറിയ ബാമൊക്കെ എടുത്തിട്ടാണ് വന്നത്. ബിക്കോസ് നിങ്ങൾ കാണിച്ചു തരേണ്ടതുകൊണ്ട് ഞാൻ പോയെന്നേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, പെയ്ഡ് സർവീസ് അല്ല കേട്ടോ. ഇതൊക്കെ ഫ്രീ തന്നെ, ഓഫീസിൽ തന്നെ കിട്ടുന്ന ഫെസിലിറ്റീസ്. പിന്നെ റിക്രിയേഷൻ, കിച്ചനെറ്റ്, IT ഹെൽപ്പ് ഡെസ്ക്, ഫെസിലിറ്റി റൂം, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച എന്തൊക്കെയാണോ, അപ്പോൾ അത് കാണുമ്പോൾ അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്, അഥവാ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റിക്രിയേഷൻ റൂം, അതായത് ഗെയിമിംഗ് റൂം, അങ്ങനത്തെ സംഭവങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമല്ലേ. ഇപ്പം ഈ കോർപ്പറേറ്റ്സിലൊക്കെ ഉള്ളതാണ്. നമുക്കൊരു എൻജോയ്മെൻറ്റ്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ചെസ്സ്, അങ്ങനത്തെ കുറേ ഈ വീഡിയോ ഗെയിംസും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഗെയിമിംഗ് റൂം എനിക്ക് അത്ര ക്യാരംസും ഇതൊക്കെയുണ്ട്. പക്ഷേ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ബിൽഡിങ്ങിൻ്റെത് നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു 3-4 ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബിൽഡിങ്ങിലോട്ട് നമ്മൾ മാറും. ഫ്ലോറും അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് തന്നെ ആണെങ്കിൽ തന്നെ വേറൊരു ഫ്ലോറിലോട്ട് മാറും. പക്ഷേ ശരിക്കും അത് നല്ലതാണ് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതുകൊണ്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗെയിമിംഗ് റൂംസ് അടിപൊളിയായിരുന്നു. കാരണം അവിടെ ഫുൾ ടൈം നല്ല വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അധികം ആൾക്കാർ ഇങ്ങനെ വന്ന് ചെയ്യാറുണ്ട്. പിന്നെ ബോയ്സൊക്കെ എനിക്ക് തോന്നുന്നു അധികവും ഔട്ട്ഡോർ ക്രിക്കറ്റ് നെറ്റില്ലേ, ആ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഗെയിംസൊക്കെ കളിക്കുന്നതാണ്. ഇവിടെ അതുപോലെ സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ ഫെസിലിറ്റി അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യില്ല, ബിക്കോസ് നമുക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞല്ലേ, ഒരുപാട് ബിൽഡിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ബിൽഡിങ്ങിൽ ഓരോ ഫെസിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും ഫെസിലിറ്റീസ് എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ മാത്രം ഞാൻ കാണിക്കുന്നത്. സ്വിമ്മിംഗ് പൂളും ഒക്കെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള സംഭവം കേട്ടോ. ഇപ്പോൾ ഗെയിമിംഗ് റൂമിൻ്റെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അത്രയും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ. കാരണം നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസും കാര്യങ്ങളും ഒന്നുമില്ല. അത്രയും പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. നമുക്കിങ്ങനെ ഇടയ്ക്കിങ്ങനെ വന്നിരുന്ന് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാവും. പലരും വിചാരിക്കുന്നുണ്ടാവും വർക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും, ബിക്കോസ് അതിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ടീമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിങ്ങനെ വന്നിരുന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഒരു എന്താ പറയുക എക്സ്ട്രാ മോട്ടിവേഷൻ കിട്ടുമല്ലോ കേട്ടോ. പിന്നെ IT ഹെൽപ്പ് ഡെസ്ക് എനിക്കൊന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇഷ്യൂസ് അല്ലാതെയും വേറെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് IT ഡെസ്ക്
ഹെൽപ്പ് ഡെസ്കിൽ പോയാൽ മതി കേട്ടോ, അവരെല്ലാം റിസോൾവ് ചെയ്ത് തരും. അവിടെയൊക്കെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും. പിന്നെ ഇതൊക്കെ കുറച്ച് ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ. ഓഫീസിലെ തന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻറ്റീരിയേഴ്സ് ഏതൊക്കെയാണ് അത് മാത്രം ഞാൻ കവർ ചെയ്ത് പോവാണ്. പിന്നെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു റെഡ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ്, എന്നൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടീമിൻ്റെ കൂടെ തന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം എന്നില്ല. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അവിടെയൊക്കെ പോയിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ പേര് ഞാൻ ഈ പറഞ്ഞ പോലെ പാൻട്രി ഏരിയൻ്റെ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഓഫീസ് കംപ്ലീറ്റ് കാലിയാണല്ലോ, ഇതെന്താ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. ബിക്കോസ് ഇറ്റ് ഈസ് ശരിക്കും കംപ്ലീറ്റ്ലി മീൻസ് എപ്പോഴും റഷ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഓഫ് ഡേ ആണ്, ഒരു മാൻഡേറ്ററി ഹോളിഡേ ഉള്ളൊരു ഡേക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരും കാണാൻ പറ്റാത്തത്. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ, ആമസോണിന് പുതിയൊരു ബിൽഡിങ്ങും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഒരു ഫോൺ ബൂത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമുക്കൊരു ഫ്ലോറിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഫോൺ ബൂത്തും കാര്യങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു ചെറിയൊരു ഹഡിൽസും ടീം ഹഡിൽസ് അങ്ങനത്തെയൊക്കെ വയ്ക്കാൻ പറ്റിയ ചെറിയൊരു റൂംസ്, ഇതുപോലത്തെ ഒരുപാട് റൂംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ആമസോണിൽ തന്നെ. പിന്നെ അടുത്തത് നമുക്ക് എൻ്റെ ഷിഫ്റ്റ് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ ഫോൺ ബൂത്ത്. ഈ ഷിഫ്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഇവിടെ 3 ഷിഫ്റ്റാണ് എൻ്റെ ടീമിലുള്ളത് കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റും. മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം 7 to 4 PM, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് 3 PM to 12 AM, അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 10 PM to 7 AM ആണ്. നമുക്ക് നമ്മുടെ ചോയ്സിൽ നമുക്ക് കൊടുക്കാം ഏത് ഷിഫ്റ്റ് വേണം എന്നുള്ളത് ഒരു മന്ത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷിഫ്റ്റായിരിക്കും ആ ഒരു ഹോൾ മന്ത് ഉണ്ടാവുക. പിന്നെ എൻ്റെ ടീമിൽ കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും 5 days നൈറ്റ് ഷിഫ്റ്റ് ഒരു മന്ത് ചെയ്യണം. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് 5 days കമ്പൽസറി ആയിരിക്കും. ബാക്കി മോർണിംഗ് ഷിഫ്റ്റ് വേണോ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വേണോ എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഹോൾ മന്ത് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു 5 days മാത്രം ആ ഒരു മന്തിൽ നൈറ്റ് ഷിഫ്റ്റും കൂടി ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. അതായത് മോർണിംഗും ആഫ്റ്റർനൂണും നൈറ്റും അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു മന്ത് തന്നെ വരാറില്ല. പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നതാണ് കെഫറ്റീരിയ. കെഫറ്റീരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് ഫുഡ്. എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഐസ്ക്രീംസ് വേണോ, നിങ്ങൾക്ക് റൈസാണോ വേണ്ടത്, നോർത്ത് ഇന്ത്യൻ ആണോ വേണ്ടത്, സാലഡ്സ് വേണോ, അങ്ങനെ ഒരുപാട് എല്ലാ ഫുഡുകളും നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇന്ന് ഞാൻ ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഫുഡ് ഓർഡറിങ് സിസ്റ്റം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു QR കോഡ് വരും. ആ QR കോഡ് ജസ്റ്റ് ആ ഒരു QR കോഡ് സ്കാനർ ഓരോ ഔട്ട്ലെറ്റിലുണ്ടാവും. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു ഓർഡർ സെറ്റ് ആവുക ചെയ്യുക കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ ഒരു 5-10 minutes വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇപ്പം നമുക്കറിയില്ല ഇത് ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകാം. ആ ഒരു ടൈമിൽ ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഒരു 5-10 minutes ബിഫോർ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഏത് ഫുഡാണ് വേണ്ടതെന്നുള്ളത് പ്ലേസ് ചെയ്യും. ബിക്കോസ് ആ ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ ഔട്ട്ലെറ്റ്സും അവൈലബിൾ ആയിരിക്കും. എന്തൊക്കെയാണ് സ്പെഷ്യൽ, ഏതൊക്കെയാണ് ഫുഡ്, ഫുൾ മെനു ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ പ്ലേസ് ചെയ്തിട്ട് വർക്കൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 5 minutes കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കെഫറ്റീരിയയിലേക്ക് ഞാൻ എത്താറ്. അപ്പോഴേക്കും ഫുഡ് ആയിട്ടുണ്ടാവും. ബിക്കോസ് ഫ്രൈഡ് റൈസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് ടൈം വേണം. ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റം വന്നത്. ആദ്യം നമ്മൾ ഡയറക്റ്റ്ലി പോയി പ്ലേസ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. ഇപ്പം ആ ഒരു വെയിറ്റിംഗ് ടൈം പോയി കിട്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ വന്നപ്പോൾ. അപ്പം ഞാൻ ഈ ഇതൊക്കെ കാര്യങ്ങളൊക്കെ കെഫറ്റീരിയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല കോസി എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഒരു നെഗറ്റീവ് ഫീൽ ഇവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മൾ തോന്നില്ല. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ ഓഫീസിൽ തന്നെ. അടുത്തതാണ് നമ്മുടെ റെസ്റ്റ് റൂം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് റൂം. എനിക്കൊന്ന് സ്ലീപ്പിംഗ് റൂം എന്നാണ് എല്ലാവരും പുറത്തുള്ള ആൾക്കാർ കൂടുതലും അറിയപ്പെടുന്നത്. ആ ഒരു സ്ലീപ്പിംഗ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയൊരു നാപ്പ്, ഞാൻ ഇതുവരെ പോയിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് എൻ്റെ കൊളീഗ്സ് അങ്ങനെ നാപ്പ്, അതൊരു ശീലമുള്ള ആൾക്കാരുണ്ടാവില്ല, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം ഉറങ്ങണം എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് യൂഷ്വലി ഈ ഒരു സ്ലീപ്പിംഗ് റൂം യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു സ്ലീപ്പിംഗ് റൂംസ് ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൽ ഇതായിരുന്നില്ല സെറ്റപ്പ് കേട്ടോ. അതിനൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്നൊരു
ഇൻറ്റീരിയർ സെറ്റപ്പായിരുന്നു. ആ റൂമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ലീപ്പിംഗ് റൂമിനേക്കാളും രസം കേട്ടോ. പിന്നെ നമുക്ക് IT വെൻഡിങ് മെഷീൻ ഉണ്ട്. നമുക്കിഷ്ടം എന്താ പറയുക, എന്തെങ്കിലും IT എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ചാർജേഴ്സ് ആയിരിക്കാം, ഹെഡ്ഫോൺസ് ആയിരിക്കാം, ലാപ്ടോപ്പിൻ്റെ തന്നെ വേറെ USB കേബിൾസ്, അങ്ങനെയുള്ളത് നമ്മൾ തന്നെ ഏതാണോ നമ്പർ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മൾ ID സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട സാധനം എടുക്കാൻ പറ്റുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹെഡ്ഫോൺ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ, ബിക്കോസ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു സിസ്റ്റത്തിലാണ് വെൻഡിങ് മെഷീൻ വർക്ക് ചെയ്യുക. ഇപ്പം ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് കൂടി ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ അടുത്തൊരു മെയിൻ പാർട്ട് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളതായിരിക്കും, എങ്ങനെയാണ് ആമസോണിൽ ജോബ് കിട്ടിയതെന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിയേഴ്സ് ത്രൂ അപ്ലൈ ആണ് ചെയ്തത്. കരിയേഴ്സിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക വേക്കൻസീസ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഫൈനൽ സെമിസ്റ്റർ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ ജോബൊക്കെ നോക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആമസോൺ കരിയേഴ്സ് ത്രൂ ആമസോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എക്സാമാണ്. നമ്മുടെ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ അതിൻ്റെ ഒരു MCQ മോഡൽ എക്സാം ആയിരുന്നു. പിന്നീട് എനിക്ക് എക്സാമും പാസ്സാണെന്ന് പറഞ്ഞിട്ട് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് എൻ്റെ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു കിട്ടിയത് കേട്ടോ ആമസോണിൽ നിന്ന്. അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. ഒരു ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആയിരുന്നു സത്യത്തിൽ അത്. ആ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ റീസണിങ്ങും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെന്നും പേപ്പറൊക്കെ എടുത്ത് അവർ ഒരു മാത്സ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തിട്ട് 1-2 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2-3 ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലോ മറ്റോ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ റീസണിങ് നമ്മളെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നൊക്കെ അവരോട് പറയാം. അങ്ങനെയാണ് എനിക്ക് അപ്പോൾ ആ ഒരു റൗണ്ടും പാസ്സായി. എനിക്ക് സെലക്റ്റഡ് ആണ് എന്നിട്ട് മെയിൽ വരിക ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് പറയാം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ്. എനിക്ക് സത്യത്തിൽ പേഴ്സണലി തോന്നുകയാണെങ്കിൽ ആമസോണിൽ ഇൻ്റർവ്യൂ പ്രോസസ്സ് നല്ല ടഫായ ഇൻ്റർവ്യൂ പ്രോസസ്സ് അല്ല. നമുക്ക് കുറച്ച് ഡിറ്റർമിൻഡ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷനിലോട്ടൊക്കെ എത്തണം. നമുക്കൊരു ആംബിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ.